തൃശൂർ അതിരപ്പള്ളിയിലേക്കാണ്. അവിടെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കുന്നതിനുള്ള ദൗത്യം തുടരുകയാണ്. ദൗത്യത്തിനായുള്ള കുങ്കി ആനയെ അതിരപ്പള്ളിയിൽ എത്തിച്ചു. വിക്രം എന്ന ആനയാണ് എത്തിച്ചത്. ജനവാസ മേഖലയിലാണ് ആന നിലവിലുള്ളത്. ഏഴാറ്റുമുഖം സ്വദേശി ആന്റോയുടെ വീട്ടിലെ പറമ്പിലാണിപ്പോൾ ആനയുള്ളത്. ആനയെ ചികിത്സിക്കാനുള്ള കൂടൊരുക്കാനായി യൂക്കാലി മരങ്ങൾ ഇന്ന് മുറിക്കും. 40 മരങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് മാർക്ക് ചെയ്തിരുന്നു. കെ അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, ഇപ്പോൾ ആനയെ ചികിത്സിക്കാനുള്ള ദൗത്യമൊക്കെ തുടരുന്നതിനിടെ ആന ജനവാസ മേഖലയിലെത്തി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആന ഇപ്പോൾ എവിടെയാണുള്ളത്? ജിൽസി, ആനയുള്ള നിലവിൽ ഇപ്പോൾ ഉള്ളത് ഏഴാറ്റുമുഖം സ്വദേശി ആന്റോയുടെ വീട്ടിലെ പറമ്പിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വേറെ ആശ്വാസകരമായ ദൃശ്യങ്ങളാണ് ഈ കാണിക്കുന്നത്. കാരണം ആന തീറ്റയെടുക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അത്ര കാര്യമായ ആനയ്ക്ക് തീറ്റയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ ചെറിയ ബുദ്ധിമുട്ടുകളെ കാണിച്ചത്. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ ആന 2-3 വാഴകൾ ഇതിനോടൊപ്പം തന്നെ കുത്തി മറച്ചിട്ട് കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആന അതിന്റെ തീറ്റ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ഇതിന്റെ വീടിന്റെ ഗൃഹനാഥൻ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ചേട്ടാ ആന ഇവിടെ എത്തിയത്? ആന ഒരു 5 മണിയായപ്പോൾ എത്തിയതാ. രാവിലെ 5 മണിയായി. അല്ല, ഇവിടെയല്ല, കുറച്ച് താഴെയായിരുന്നു. അവിടുന്ന് ഇങ്ങനെ സൈഡ് പിടിച്ച് അവിടുന്ന് ഓരോ വാഴ കഴിച്ച് തിന്ന് വാഴ മാത്രം കളയുന്നുള്ളൂ. മറ്റുള്ളത് വഴിയിൽ തടസ്സം വരണ അടയ്ക്കാൻ വരും ഓടിച്ച് കളയുന്നുണ്ട്. വാഴ മാത്രം ഭക്ഷണം കഴിക്കണുള്ളൂ. വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, വയ്യാത്ത ആനയല്ലേ, കഴിക്കട്ടെ. അല്ല, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചധികം വാഴകൾ തിന്നിട്ടുണ്ടോ? ഒത്തിരി വാഴകളുണ്ട്. എന്റെ പറമ്പിലുള്ള ആനക്ക് വേറെ കൂട്ടം വന്ന് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടേക്കാം. ഇവരോട് ഫെൻസിങ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരു 10 വർഷമെങ്കിലായിട്ടുണ്ട്. ഇപ്പൊ ഇടും എന്ന് പറയുന്നത് അല്ലാണ്ട് ഫെൻസിങ് ഇടണല്ലേ ഇവിടെ പുറമേന്നുള്ള. ഇതിപ്പോ പരിക്ക് പറ്റിയ ആനയാ. അത് എന്ത് ചെയ്യണേ? വിശന്നാ നമ്മളും കഷ്ടപ്പെട്ടില്ലേ? വിശപ്പാണുള്ള ഏറ്റവും വലുത്. എന്തായാലും ആ ചേട്ടൻ്റെ വാക്കുകളാണ് കേട്ടത്. ആന എന്തായാലും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ കുറച്ചധികം വാഴകൾ ആന കുത്തി മറച്ചിട്ട് തിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആനയുടെ ആരോഗ്യസ്ഥിതി. അതായത് ഇത്തരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ ദൗത്യത്തിന് തന്നെ ഏറെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. ആനയുടെ മസ്തകത്തിൻ്റെ ആ ഒരു മുറിവ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മസ്തകത്തിലെ മുറിവ് അത്ര വലിയ കുറച്ച് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അത് ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ എന്തൊരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. പക്ഷേ അതൊക്കെ ഡോക്ടർമാരാണ് പറയേണ്ടത്, നമ്മളല്ല അതിൽ അധികാരമെന്നും പറയേണ്ടത്. എന്തായാലും ആന ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ആശ്വാസകരമാണ്. ഈ ജനവാസ മേഖലയിൽ, അതായത് ഒരു വീടിന്റെ പറമ്പിൽ, ആ വീടിനോട് തൊട്ട് ചേർന്നാണ് നിൽക്കുന്നത്. ആ വീടും ഈ ആന നിൽക്കുന്ന സ്ഥലവും തമ്മിൽ ഏകദേശം ഒരു 10-20 മീറ്റർ മാത്രം മാറിയാണ് ദൂരമുള്ളത്. എന്തായാലും ദൗത്യത്തിന്റെ വനംവകുപ്പ് പിടികൂടി ചികിത്സ നൽകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ പടിയായി തന്നെ കുങ്കിയാനകൾ എത്തിച്ചു. ദേവികുളത്ത് മരങ്ങൾ മുറിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ 40ഓളം യൂക്കാലി മരങ്ങളാണ് ഈ കൂട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ആ കൂട് പൂർണ്ണമായും പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ തന്നെ പണിയുകയെന്നാണ്. നവീകരണമാണെങ്കിൽ പോലും എന്തായാലും ഒരു വിഭാഗത്തിലുള്ള ഇത് മുഴുവൻ എന്തായാലും ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഒരു കവുങ്ങ് ആന കുത്തി മറിച്ചിടുകയാണ്. അപ്പോൾ അതിൽ പോണ വഴിക്കുള്ളൊരു കവുങ്ങാണ്, അത് ആന കുത്തി മറിച്ചിടുകയാണെന്നുള്ളതാണ്. എന്തായാലും ആന തീറ്റയെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ. അവിടെ മരം മുറിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ, അതായത് എത്രയും പെട്ടെന്ന് തന്നെ ഈ മരങ്ങൾ മുറിച്ച ഉടനെ തന്നെ ഇവിടേക്ക് തിരിച്ച് കോടനാട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത് ഇന്ന് തന്നെ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഉള്ളത് വനംവകുപ്പും ഉള്ളത്. അതായത് നമുക്ക് ആനയെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആനയുടെ മുറിവും നമ്മൾ ആ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ കണ്ടിരുന്നു. എന്തായാലും അഖിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആന ഇപ്പോൾ തീറ്റയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ ശുഭകരമായ സൂചനയാണ്. ആന കുറച്ചുകൂടെ ആരോഗ്യവാനായി വരുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണോ കാണിക്കുന്നത്? അപ്പോൾ അക്കാര്യങ്ങൾ അടക്കം ഇനിയിപ്പോൾ വനം വകുപ്പ് പരിശോധിക്കുമോ, അതോ ആനയെ ചികിത്സിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ജിൽസി, നിലവിൽ അതായത് ഇപ്പോൾ ഈ ആന ഇപ്പോൾ നമുക്ക് കാണിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഒരു അവശത കാണിച്ച് ആന നിന്നിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം ഉണ്ട് എന്നാണ് നമുക്ക്. കാരണം നമ്മൾ ഡൂജിസ് ആനയ്ക്ക് ഇപ്പോൾ നടക്കുന്നു. ഇത് ആധികാരികമായി പറയാൻ നമ്മളല്ല, പക്ഷേ നമുക്ക് കാണുമ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും വനംവകുപ്പ് ഡോക്ടർമാർ നിരീക്ഷിക്കും. അവർ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കും. ഇപ്പോൾ ഒരു കവുങ്ങ് മറച്ചിട്ട് അത് തിന്നുകയാണ് ആന ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ വനംവകുപ്പ് നിരീക്ഷിക്കും. എന്തായാലും നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്, അതായത് ഈ ആനയെ പിടികൂടി കോടനാടേക്ക് എത്തിച്ചുകൊണ്ട് ചികിത്സ നൽകുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത്. അപ്പോൾ അതുമായി തന്നെയാണ് മുന്നോട്ട് പോകുക. ഒരു പക്ഷേ ഇതിൽ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവണമെങ്കിൽ തന്നെ അതൊക്കെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കേണ്ടത്. വെറ്റിനറി ഡോക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും നിലവിൽ ഈ ആനയെ പിടികൂടി ചികിത്സ നൽകുന്ന ഒരു മാറ്റമില്ല. കാരണം ആ മുറിവ് എന്തായാലും ഇനി ഒരു പക്ഷേ ഇത് വീട് വിട്ടാൽ മറ്റൊരു പ്രശ്നം വരാതിരിക്കാൻ എന്തായാലും ആനയുടെ ഒരു സുരക്ഷ കരുതിക്കൊണ്ട് തന്നെയാണ് വനംവകുപ്പ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്, ചികിത്സ നൽകാമെന്നുള്ളത്. അതിന്റെ നടപടികൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അതായത് ഇന്ന് വൈകുന്നേരം നാളെ രാവിലെയോട് കൂടി തന്നെ ഈ മരങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച
തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ കൂടിന്റെ നിർമ്മാണം, അതായത് നവീകരണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാക്കാൻ, രാത്രി ആയാലും പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയോടുകൂടി ദൗത്യം ആരംഭിക്കാൻ കഴിയും. കാരണം ഈ ദൗത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ കോടനാട് നിർമ്മിക്കുന്ന കൂടാണ്. കാരണം ആനയെ കൂട്ടിൽ നിർത്തിയാണ് ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ ആ കൂടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന തൊട്ടടുത്ത സമയത്തിൽ തന്നെ തുടങ്ങും. അതായത് മാക്സിമം അതായത് ചൊവ്വാഴ്ച തുടങ്ങാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയ മാറ്റം വന്നാൽ പോലും അത് ബുധനാഴ്ച വരെ ആയിരിക്കും ഈ ദൗത്യം നീളുക. എന്തായാലും ബുധനാഴ്ചയ്ക്ക് മുമ്പേ തന്നെ ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ ആന ഈ ഒരു വനംവകുപ്പിന്റെ കൃത്യമായ നിരീക്ഷണത്തിൽ ആന നിൽക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ വനത്തിലേക്ക് കയറി പോവുകയോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആനയെ ഈ കൂട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ദൗത്യം നടത്താനാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇത്ര അടുത്ത്, അതായത് ഒരു 10-20 മീറ്റർ മാത്രമാണ് ആന മാറി നിൽക്കുന്നത്. അപ്പോൾ അത്ര അടുത്ത് ആന നിൽക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് നിരീക്ഷിക്കാൻ വളരെ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇവിടേക്ക് അല്പസമയത്തിൽ തന്നെ ഈ ഡോക്ടർമാരുടെ സംഘം ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരെത്തി ഈ നിരീക്ഷിച്ച ആനയുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയും. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് DFO അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും എന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെത്തിക്കഴിഞ്ഞാൽ ആനയെ നിരീക്ഷിക്കും. അതിനുശേഷം എന്തായാലും തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും വനംവകുപ്പിന്റെ തീരുമാനം ഉണ്ടാവുക. ജിൽസി, അതിലൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യത നമ്മൾ കാണുന്നില്ല. എന്തായാലും പക്ഷേ ഈ ദൃശ്യങ്ങൾ വളരെ ആശ്വാസം നൽകുന്ന ദൃശ്യങ്ങളാണ്. കാരണം ആന തീറ്റയെടുക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ആനയ്ക്ക് എത്രയും പെട്ടെന്ന്, അതായത് നമ്മൾ എല്ലാവരും ഇത് നോക്കുന്നതിന് ആനയ്ക്ക് ഇത് ഭേദമാവണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അസുഖങ്ങൾ മാറണം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ആന തീറ്റയെടുക്കുന്ന ആശ്വാസകരമാണ്. ഇപ്പോൾ അത് ഈ ഒരു എന്തായാലും ആനയെ കണ്ടപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതിൽ നിന്ന് വിപരീതമായി കുറച്ചുകൂടി ആരോഗ്യവാനായി കാണപ്പെടുന്നുണ്ട്, ആന തീറ്റയെടുക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ്. എന്തായാലും ഇപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതിനു മുൻപൊരു പക്ഷേ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആനയുടെ മുറിവൊക്കെ നിരീക്ഷിച്ച ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. നിലവിൽ കോടനാട് കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള നീക്കം തന്നെയാണ് വനംവകുപ്പ് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.